നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ചില മികച്ച സിനിമകളുടെ ഫ്ലോപ്പായ സെക്കൻഡ് പാർട്ടുകളെ പറ്റിയാണ്. ലിസ്റ്റിലാക്കിയത് ഒരു ഹൊറർ സിനിമയാണ്. 99 പുറത്തിറങ്ങിയ ആകാശഗംഗ എന്ന സിനിമാ വർഷം വലിയൊരു വിജയമായിരുന്നു. ഹൊററും അതിനോടൊപ്പം തന്നെ കോമഡിയുമുള്ള ആ വർഷത്തെ മികച്ച സിനിമകളിലൊന്നായിരുന്നു. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഈ സിനിമയ്ക്ക് ഒരു സെക്കൻഡ് പാർട്ട് വന്നു. ആകാശഗംഗ 2 എന്നായിരുന്നു പേര്. 2019 പുറത്തിറങ്ങിയത്. പണ്ടിറങ്ങിയ സിനിമയുടെ ഒരു സീക്വൽ ആയിരുന്നു സിനിമ. സെയിം ഡയറക്ടറായിട്ടുള്ള വിനയൻ തന്നെയായിരുന്നു ഡയറക്ടർ. ഈ ഒരു സിനിമ ഒരു ന്യൂജൻ സ്റ്റൈലിലാണ് ഇറക്കിയത്. ഒട്ടും തന്നെ മേച്ചാവാത്ത പല ഹൊറർ സീനുകൾ സിനിമയിലുണ്ടായിരുന്നു. മാത്രവുമല്ല ആകാശഗംഗ 1 സിനിമയിലെ ചില സീനുകളും ഈ ഒരു സിനിമയിൽ വീണ്ടും ആഡ് ചെയ്തു. സിനിമാ വർഷം വളരെ വലിയൊരു ഫ്ലോപ്പായിരുന്നു. ഡയറക്ടറായിട്ടുള്ള വിനയൻ ഇതുപോലെ തന്നെ മറ്റൊരു സൂപ്പർ ഹിറ്റ് സിനിമയായ അത്ഭുത ദ്വീപ് സിനിമയുടെയും 2 ഇറക്കുന്നുണ്ട്. ഈ ഒരു സിനിമയിൽ പൃഥ്വിരാജിന് പകരം ഉണ്ണി മൂന്നിനാണ് നായകൻ. അടുത്ത വർഷം സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങും. 2026 സിനിമ റിലീസ് ചെയ്യും. മികച്ചതായി ഡയറക്ട് ചെയ്യുകയാണെങ്കിൽ ഈ സിനിമയുടെ സെക്കൻഡ് പാർട്ടും വിജയമാക്കാം. നരഭോജികളുടെ കോൺസെപ്റ്റ് സിനിമയിലുണ്ട്. ഈ ഒരു തീമിനെ ബേസ് ചെയ്ത് മികച്ച ത്രില്ലിംഗ് ആയ ഹോളിവുഡ് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. വേണമെങ്കിൽ പുതിയൊരു സ്റ്റോറി ലൈൻ ഉണ്ടാക്കാം. ഇത്തവണ സിനിമയിലെ പുതിയ ക്യാരക്ടേഴ്സ് അല്ല അത്ഭുത ദ്വീപിൽ പെടുന്നതിന് പകരം നരഭോജികളുടെ ദ്വീപിൽ പെട്ടുപോകുന്നു. ഓരോ സീനുകളും ത്രില്ലിംഗ് ആയി എടുക്കുകയാണെങ്കിൽ മികച്ച പുതിയൊരു സ്റ്റോറി ലൈൻ ഉണ്ടാക്കാം. ഒന്നാം ഭാഗത്തിനെ ടച്ച് ചെയ്യുന്നുമില്ല. അതുകൊണ്ട് സിനിമ ഇനി അഥവാ ഫ്ലോപ്പ് ആയാലും ഒന്നാം ഭാഗത്തിന്റെ വില പോവില്ല. ഇനി പഴയ സ്റ്റോറി ലൈൻ തന്നെയാണെങ്കിൽ, അതായത് അത്ഭുത ദ്വീപിൽ പുതിയ ആളുകൾ പെടുന്നു, നരഭോജികൾ വരുന്നു, വീണ്ടും അവരെ രക്ഷിക്കുന്നു, ഈ ഒരു സെയിം സ്റ്റോറി തന്നെയാണെങ്കിൽ മികച്ചതായി ഡയറക്ട് ചെയ്തില്ലെങ്കിൽ സിനിമ ഇന്റർനാഷണൽ ലെവൽ ബോംബായി മാറും. സിനിമ മികച്ചതാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തത് ഒരു തമിഴ് സിനിമയാണ്. ആ ഒരു സിനിമയാണ് 2018 പുറത്തിറങ്ങിയ മാരി 2 എന്ന സിനിമ. മാരി 1 സിനിമ 2015 പുറത്തിറങ്ങിയത്. ഒരു മാസ് ആക്ഷൻ കോമഡി സിനിമയായിരുന്നു. ധനുഷിന്റെ കരിയറിലെ തന്നെ വളരെ ഫാൻ ബേസ് ഉള്ള സിനിമകളിലൊന്നാണ്. എന്നാൽ മാരി 2 സിനിമ ഫാമിലി ഓഡിയൻസിനും കൂടി വേണ്ടിയുള്ള സിനിമയായിരുന്നു. ടോവിനോ ആയിരുന്നു സിനിമയിലെ വില്ലൻ. മാരി 1 സിനിമയെ അധികം ടച്ച് ചെയ്യാത്ത പുതിയൊരു സ്റ്റോറി ലൈനായിരുന്നു. പുതിയ ഹീറോയിൻ വന്നു, വില്ലന്മാർ വന്നു. ആദ്യമായി മാരിയുടെ മകൻ ക്യാരക്ടറേയും കൊണ്ടുവന്നു. സിനിമ കളക്ഷൻ നേടിയെങ്കിലും സിനിമയ്ക്ക് മൊത്തത്തിൽ ഒരു ആവറേജ് റെസ്പോൺസ് ആയിരുന്നു. സിനിമയിലെ പാട്ടുകളെല്ലാം ടിക്ടോക്കിലൂടെ വലിയ രീതിയിൽ ട്രെൻഡിങ് ആയി. റൗഡി ബേബി എന്ന സോങ് 1.5 ബില്യൺ വരെ വ്യൂസ് കിട്ടി. ഹോളിവുഡ് ഡയറക്ടേഴ്സായ റൂസോ ബ്രദേഴ്സ് വരെ ഈ ഒരു സോങ് കണ്ടിരുന്നു. മാരി സിനിമ ഇഷ്ടമുള്ളവർ ഉറപ്പായി കമന്റ് ചെയ്യണം. അടുത്തത് ഒരു ബോളിവുഡ് സിനിമയാണ്. ആ ഒരു സിനിമയാണ് ടൈഗർ ഷെറൂഫ് നായകനായ 2020 പുറത്തിറങ്ങിയ ബാഗി 3 എന്ന സിനിമ. ബാഗി 1 എന്ന സിനിമ 2016 പുറത്തിറങ്ങിയത്. ടൈഗർ ഷെറൂഫിന്റെ കരിയറിലെ തന്നെ മികച്ചൊരു സിനിമയായിരുന്നു അത്. 35 കോടി ബഡ്ജറ്റിൽ വന്ന സിനിമ 135 കോടി കളക്ഷൻ നേടി. സിനിമയിലെ പാട്ടുകളും ട്രെൻഡിങ് ആയിരുന്നു. ഈ സിനിമയിലെ സോങ്ങും 1 ബില്യൺ വ്യൂസ് നേടിയിട്ടുണ്ട്. ശേഷം ബാഗി 2 ഇറങ്ങി. ബാഗി 2 കളക്ഷൻ നേടിയെങ്കിലും 2 ഒരു ആവറേജ് റെസ്പോൺസ് ആയിരുന്നു. ബാഗി 1ന്റെ സ്റ്റോറിയിലെ ഗേൾഫ്രണ്ടിനെ തട്ടിക്കൊണ്ടുപോകുന്നതും രക്ഷിക്കാൻ പോകുന്നതുമാണ്. 2ലേക്ക് വന്നപ്പോൾ പുതിയൊരു സ്റ്റോറി ലൈനിൽ മകനെ തട്ടിക്കൊണ്ടുപോകലായി. ശേഷം 3 ഇറങ്ങി. 3യിൽ ചേട്ടനെ തട്ടിക്കൊണ്ടുപോകുന്നതായിരുന്നു കാണിച്ചത്. ഇതുകൂടി കണ്ടപ്പോൾ ഓഡിയൻസിന് തലയ്ക്ക് ഭ്രാന്തായി. സിനിമാ വർഷം വലിയൊരു ബോംബായിരുന്നെങ്കിലും ബഡ്ജറ്റ് തിരിച്ചു പിടിച്ച സിനിമയാണ്. 85 കോടിയായിരുന്നു ബഡ്ജറ്റ്. അടുത്തത് സാമ്രാജ്യം എന്ന സിനിമയാണ്. 1990 മമ്മൂക്ക നായകനായ സാമ്രാജ്യം എന്ന സിനിമ ഇറങ്ങിയത്. സിനിമ വളരെ വലിയൊരു വിജയം നേടി. ശേഷം വർഷങ്ങൾക്ക് ശേഷം 2015 സാമ്രാജ്യം 2 എന്ന സിനിമ പുറത്തിറങ്ങി. ആദ്യത്തെ സിനിമയുടെ പ്രീക്വൽ തന്നെയായിരുന്നു രണ്ടാമത്തെ സിനിമ. സിനിമയ്ക്ക് വളരെ വലിയൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു. ആദ്യത്തെ സിനിമയിൽ നായകനായ മമ്മൂക്കയുടെ ക്യാരക്ടർ മരിക്കുന്നതായി കാണിക്കുന്നുണ്ട്. മകനെ വെച്ചുകൊണ്ടുള്ള സ്റ്റോറി ലൈനായിരുന്നു പുതിയ സിനിമയിൽ. സിനിമയ്ക്ക് വളരെ വലിയൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു. മകൻ ക്യാരക്ടറായി അഭിനയിച്ചത് ഉണ്ണി മൂന്തനായിരുന്നു. സിനിമ വളരെ വലിയൊരു ഫ്ലോപ്പായി മാറി. ഇതിനുള്ള പ്രധാന കാരണം സ്ക്രിപ്റ്റ് തന്നെയായിരുന്നു. സിനിമയ്ക്ക് പ്രത്യേകിച്ച് ഒരു സ്റ്റോറി ഉണ്ടായിരുന്നില്ല. അടുത്തത് മണിച്ചിത്രത്താഴ് സിനിമയാണ്. 1993 പുറത്തിറങ്ങിയ മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ഒരു ക്ലാസിക് സിനിമയാണ് മണിച്ചിത്രത്താഴ്. സിനിമ വീണ്ടും റീ റിലീസ് ചെയ്തപ്പോഴും വലിയൊരു കളക്ഷൻ ആയിരുന്നു. ഈ ഒരു സിനിമയുടെ ഡയറക്റ്റ് സെക്കൻഡ് പാർട്ട് അല്ലെങ്കിലും ഡോക്ടർ ഫണ്ണി എന്ന ക്യാരക്ടറെ വെച്ചുകൊണ്ട് ഒരു സ്പിൻ ഓഫ് സിനിമ പുറത്തിറങ്ങിയിരുന്നു. ആ ഒരു സിനിമയാണ് 2013 പുറത്തിറങ്ങിയ ഗീതാഞ്ജലി എന്ന സിനിമ. പ്രിയദർശനായിരുന്നു ഡയറക്ടർ. ഇതും ഒരു ഹൊറർ കോമഡി സിനിമയായിരുന്നു. സിനിമ വലിയൊരു വിജയം നേടിയില്ല. സിനിമ ചെറിയ രീതിയിൽ ഫ്ലോപ്പായി മാറി. അടുത്തത് ഒരു 2ാം ഭാഗമല്ല, ഒരു സിനിമയുടെ 5ാം ഭാഗമാണ്.
ആ ഒരു സിനിമയാണ് CBI 5. 1988 ഒരു CBI ഡയറക്ടർ കുറിപ്പെന്ന് ഈ സീരീസിലെ ആദ്യത്തെ സിനിമ ഇറങ്ങിയത്. സിനിമ വളരെ വലിയൊരു വിജയം നേടി. മമ്മൂക്കയുടെ സേതുരാമ അയ്യർ എന്ന ക്യാരക്ടർ ഒരു ഐക്കോണിക് ക്യാരക്ടറായി മാറി. പിന്നീട് അങ്ങോട്ട് തുടർച്ചയായി 4 സിനിമകൾ ഇറങ്ങി. 4 സിനിമയും വലിയൊരു വിജയം നേടി. അവസാനത്തെ സിനിമ നേരറിയാൻ CBI എന്ന പേരിൽ 2005 പുറത്തിറങ്ങി. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം 2022 ഈ സിനിമയുടെ 5ാം ഭാഗം പുറത്തിറങ്ങിയത്. തുടർച്ചയായി ഹിറ്റുകൾ അടിച്ച സിനിമ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും പുറത്തിറങ്ങുന്നതിനാൽ സിനിമയ്ക്ക് വളരെ വലിയൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു. CBI 5 ദ ബ്രെയിൻ എന്നായിരുന്നു പേര്. സിനിമ ചെറിയൊരു ഫ്ലോപ്പ് ആയിരുന്നു. കഴിഞ്ഞ സിനിമകൾ വെച്ച് നോക്കുമ്പോൾ അതിനോടൊപ്പം പിടിച്ചു നിൽക്കാൻ ഈ ഒരു സിനിമയ്ക്ക് കഴിഞ്ഞില്ല. എങ്കിലും കളക്ഷൻ നേടിയ സിനിമയാണ്. അടുത്ത സിനിമയാണ് 2006 പുറത്തിറങ്ങിയ കിലുക്കം കിലുകിലുക്കം എന്ന സിനിമ. 91 പുറത്തിറങ്ങിയ വളരെ മികച്ച ക്ലാസിക് സിനിമയായ കിലുക്കം സിനിമയുടെ ഡയറക്റ്റ് സെക്കൻഡ് പാർട്ടായിരുന്നു കിലുക്കം കിലുകിലുക്കം. ജയസൂര്യയും കുഞ്ചാക്കോ ബോബനും നായകനായി പുതിയ രീതിയിൽ പഴയ സ്റ്റോറി തന്നെ വീണ്ടും സിനിമ റീക്രിയേറ്റ് ചെയ്തു. ലാലേട്ടന്റെ ക്യാമിയോയും സിനിമയിലുണ്ടായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും സിനിമ വളരെ വലിയൊരു ഫ്ലോപ്പായി മാറി. അടുത്തത് ഹോം അലോൺ എന്ന സിനിമയാണ്. 1990 നമ്മുടെ എല്ലാവരുടെയും നൊസ്റ്റാൾജിക് സിനിമയായ ഹോം അലോൺ സിനിമ പുറത്തിറങ്ങിയത്. അമേരിക്കയിലെ തന്നെ ഫേമസ് ഡയറക്ടേഴ്സിൽ ഒരാളായ ക്രിസ് കൊളംബസ് ആയിരുന്നു സിനിമയുടെ ഡയറക്ടർ. സിനിമ വളരെ വലിയൊരു വിജയം നേടി. ശേഷം 2 വർഷങ്ങൾക്ക് ശേഷം ഹോം അലോൺ 2 പുറത്തിറങ്ങി. ഇതും വേൾഡ് വൈഡ് ഹിറ്റായി മാറി. ഈ ഒരു സിനിമ കൊച്ചി ടിവിയിൽ കണ്ടിട്ടുള്ളവർ ഉറപ്പായും കമന്റ് ചെയ്യണം. ശേഷം 98 ഹോം അലോൺ 3 പുറത്തിറങ്ങി. ഇതിന്റെ ഡയറക്ടർ മറ്റൊരു വ്യക്തിയാണ്. മാത്രമല്ല ഇത് ഹോം അലോൺ സിനിമകളുടെ പ്രീക്വൽ അല്ല, പുതിയ സ്റ്റോറി ലൈനും പുതിയ നടന്മാരുമാണ്. ഈ ഒരു സിനിമ ഒറിജിനൽ ഹോം അലോണിന്റെ അത്രയില്ലെങ്കിലും വിജയം നേടിയ സിനിമയാണ്. ഇതും കൊച്ചി ടിവിയിൽ വന്നിട്ടുണ്ട്. പിന്നീട് 2002 പുതിയ സ്റ്റോറി ലൈനിൽ മറ്റൊരു ഡയറക്ടർ ഹോം അലോൺ 4 പുറത്തിറക്കി. ഹോം അലോൺ 4 വളരെ വലിയൊരു 2012 ഹോം അലോൺ 5 പുറത്തിറക്കി. ഹോം അലോൺ 5ഉം വളരെ വലിയൊരു. ഇത്രയൊക്കെ കിട്ടിയിട്ടും അവർ ഹോം അലോൺ 6 പുറത്തിറക്കി. ആ ഒരു സിനിമ 2021 പുറത്തിറങ്ങിയത്. ഹോം സ്വീറ്റ് ഹോം എന്നായിരുന്നു പേര്. നെറ്റ്ഫ്ലിക്സിലൂടെയാണ് പുറത്തിറങ്ങിയത്. ഇതും വളരെ വലിയൊരു. അങ്ങനെ തുടർച്ചയായി ഒരു തൃശ്ശൂർ പൂരം നടത്തിയിട്ടാണ് ഇവർ തൽക്കാലം ഇപ്പോൾ ഒന്ന് ബ്രേക്ക് എടുത്തത്. പുതിയ ഡയറക്ടേഴ്സും പുതിയ സ്റ്റോറി ലൈനും ആയതുകൊണ്ട് സിനിമ ബോംബായാലും ഒരിക്കലും 1ഉം 2നെയും ബാധിക്കില്ല. അതിപ്പോഴും മികച്ച സിനിമകളായി നിലനിൽക്കുന്നു. അടുത്ത സിനിമയാണ് 2010 പുറത്തിറങ്ങിയ എന്തിരൻ എന്ന സിനിമ. സിനിമയ്ക്ക് വളരെ വലിയൊരു ഹൈപ്പായിരുന്നു. ഒന്നാമത്തെ കാരണം ഇങ്ങനൊരു കോൺസെപ്റ്റ് ഹോളിവുഡിലല്ലാതെ ആ ടൈമിൽ ഇന്ത്യയിൽ വന്നിട്ടില്ല. രണ്ടാമത്തെ കാരണം ശങ്കർ രജനി കോംബോ. സിനിമയുടെ ബഡ്ജറ്റും ആ ടൈമിൽ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബഡ്ജറ്റ് ആയിരുന്നു. 130 കോടിക്ക് മുകളിൽ. സിനിമയുടെ കാര്യം നമുക്ക് പറയേണ്ട ആവശ്യമില്ല. സിനിമ ആ വർഷത്തെ തന്നെ സൗത്ത് ഇന്ത്യയിൽ നിന്നൊരു പാൻ ഇന്ത്യ സിനിമയായിരുന്നു. ആ വർഷത്തെ ഇയർ ടോപ്പറായി മാറി. 320 കോടിക്ക് മേലെ കളക്ഷൻ നേടി. സൗത്ത് ഇന്ത്യയിൽ നിന്ന് ആദ്യത്തെ 300 കോടി. വർഷങ്ങൾക്ക് ശേഷം 2018 2.0 സിനിമ പുറത്തിറങ്ങി. സിനിമയ്ക്ക് വലിയൊരു ഹൈപ്പായിരുന്നു. സിനിമ 3Dയിലാണ് വന്നത്. 500 കോടിയായിരുന്നു സിനിമയുടെ ബഡ്ജറ്റ്. സിനിമ വലിയൊരു വിജയം നേടിയില്ല. 800 കോടി കളക്ഷൻ നേടിയെങ്കിലും ഇത്രയും വലിയൊരു ബഡ്ജറ്റ് ഉള്ളത് കൊണ്ട് തന്നെ അതൊരു ആവറേജ് ഹിറ്റായി മാറി. അടുത്ത സിനിമയാണ് ഈ വർഷം പുറത്തിറങ്ങിയ ഇന്ത്യൻ 2 എന്ന സിനിമ. നിങ്ങൾക്ക് തന്നെ അറിയാം, ഈ ഒരു സിനിമ ശങ്കറിനെ സ്പേസിൽ എത്തിച്ച ഒരു സിനിമയായിരുന്നു. സിനിമയുടെ ബഡ്ജറ്റ് 300 കോടി രൂപയാണ്. 2 സിനിമയുടെ ബഡ്ജറ്റാണ്. ഇന്ത്യൻ 3യും വരുന്നുണ്ട്. സിനിമയുടെ കളക്ഷൻ 150 കോടി രൂപയാണ്. ബഡ്ജറ്റാണ് തിരിച്ചു കിട്ടിയത്. അങ്ങനെ നോക്കിയാൽ സിനിമ ബോക്സ് ഓഫീസിൽ